ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാൻ. ജീവിതാരോഗ്യമാണല്ലോ വിഷയം. ജീവിതാരോഗ്യത്തില് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത് നമ്മുടെ കർമ്മമണ്ഡലമാണ്. ഈ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ശരി, പ്രവർത്തിക്കുകയാണെങ്കിലും ശരി, ഒരു കാര്യത്തെ സ്വീകരിക്കുകയാണെങ്കിലും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു പ്രവർത്തന മണ്ഡലമുണ്ട്. നമുക്ക് ഓരോരുത്തരും ഒരു വർക്കിംഗ് ഏരിയ ഉണ്ടാവുമല്ലോ, ഓരോ ഓർഗനൈസേഷനും ഓരോ സംവിധാനത്തിനും. അതുപോലെ നമുക്കൊരു പ്രവർത്തന മണ്ഡലം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. അതിങ്ങനെയാണ്: ഫങ്ഷണൽ ഫീൽഡ് determines resources while curiosity shapes the scope. ഓരോ സത്തയ്ക്കും അതിൻ്റെ പ്രഭാവപരമായ സവിശേഷതയ്ക്ക് അനുസരിച്ച് ഒരു കർമ്മമണ്ഡലം ഉണ്ടായിരിക്കും. ആ മണ്ഡലം സത്തയുടെ പ്രായത്തിനനുസരിച്ച് വിപുലപ്പെട്ടുകൊണ്ടിരിക്കും. ഈ കർമ്മമണ്ഡലത്തിന്റെ വിസ്തീർണവും ആഴവുമാണ് സത്തയുടെ വിഭവ വൈപുല്യത്തെ നിശ്ചയിക്കുക. കർമ്മമണ്ഡലത്തിലേക്ക് പടർന്നു കയറാനുള്ള സത്തയുടെ സ്വാഭാവിക ശേഷിക്കും അപ്പുറത്തേക്ക് വിപുലപ്പെടാനുള്ള സാധ്യതയും അവസരവും നിർണയിക്കുന്നത് സത്തയുടെ ജിജ്ഞാസ, പര്യവേഷണ, പഠന പരിശീലനങ്ങളാണ്. ഇവയിൽ കുറവുണ്ടായാൽ പടർച്ചയിലും വിഭവങ്ങളിലും ജീവസന്ധാരണത്തിലും പരിമിതി നേരിടേണ്ടി വരും. ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്കറിയാം, നമ്മള് ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ജനിച്ചു വീണ് കഴിഞ്ഞ ഉടനെ അവന്റെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് അവന്റെ അമ്മയുടെ മടിത്തട്ടും അമ്മയുടെ മാറിടവും. അതിനുമപ്പുറത്തേക്ക് ഒരിടത്തേക്ക് പടർന്നു ചെല്ലാൻ അവന് കഴിയില്ല, അതിനുള്ള ശേഷിയില്ല. അപ്പോ അവന്റെ കാര്യങ്ങളെ അവന്റെ ഉപരിവ്യവസ്ഥയായ മാതാവ് അല്ലെങ്കിൽ സമൂഹം അവനെ എടുത്തുകൊണ്ടുപോയി ഓരോ കാര്യങ്ങള് ചെയ്യുകയും ചെയ്യിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഉപരിവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് അവന്റെ അത്രയും കാലത്തെ ആ പ്രവൃത്തി എന്നുള്ളത്. അവൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനാകുന്ന സമയത്ത് പതുക്കെ കിടന്നിടത്ത് നിന്ന് അവന്റെ മുന്നിൽ തൂങ്ങി നിൽക്കുന്ന കളിപ്പാട്ടത്തിൽ കയറി പിടിക്കാൻ നോക്കും. അടുത്തേക്ക് ചെല്ലുന്ന അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഒക്കെ കൈനീട്ടി പിടിക്കാൻ നോക്കുന്നു. അതിനുശേഷം പതുക്കെ അവൻ കമിഴ്ന്നു വീണ് കഴിഞ്ഞിട്ട് അവൻ മുൻപിൽ കാണുന്ന പന്തിലേക്കും കളിപ്പാട്ടത്തിലേക്കും കയറി പിടിക്കാനായിട്ട് കൈയും കൊണ്ടിങ്ങനെ ചേർന്ന് ചെല്ലും. അങ്ങനെ ആ കൈകൾ നീട്ടി ആർജവത്തോടുകൂടി ആ തൊട്ടു മുമ്പിലുള്ളതിനെ ആർജിക്കാനായിട്ട്, അതിനെ സ്വീകരിക്കാനായിട്ട് അവന്റെ ഉള്ളില് ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ, അവന്റെ ഉള്ളിലെ ജിജ്ഞാസ ഉണ്ടാകുന്ന സമയത്ത് അവൻ ആ കൈ നീട്ടി ചെല്ലുന്ന അവന്റെ പരിധിയിലേക്കെല്ലാം അവൻ പടർന്നു പോകും. എത്രത്തോളം അവന്റെ ഉള്ളിലെ ആ ക്യൂരിയോസിറ്റിയും അവന്റെ അന്വേഷണത്വരയും അതെന്തെന്ന് പഠിക്കാനുള്ള ഒരു കഴിവും, അതിനുവേണ്ടി എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ, അതിനുവേണ്ടി എന്തെങ്കിലും പരിശീലിച്ചെടുക്കാനുണ്ടെങ്കിൽ അതിനെ ശീലിച്ചെടുക്കുന്ന രീതിയും ഒക്കെ കൊണ്ട് അവൻ പതുക്കെ പടർന്നു അങ്ങ് പോകും. ആ പടർച്ച എന്ന് പറയുന്നത് അവന്റെ വീടിന്റെ മുറ്റം കഴിഞ്ഞ്, അയൽപക്കം കഴിഞ്ഞ്, ആ നാട് മുഴുവൻ നിറഞ്ഞ്, പിന്നെ ആ നാടും കഴിഞ്ഞ് അങ്ങനെ വിപുലപ്പെട്ട് ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ അറ്റം വരെ പോയേക്കാം. അതിന് കാരണമാകുന്നത് അവന്റെ ജിജ്ഞാസയും അവൻ പര്യവേഷണം ചെയ്യാനുള്ള അവന്റെ ത്വരയും അതിനെ പഠിക്കാനുള്ള അവന്റെ തുറവിയും അത് പരിശീലിക്കാനുള്ള സന്നദ്ധതയുമാണ്. ഇതിൽ എത്രത്തോളം ഇവൻ വിപുലപ്പെടുന്നു അത്രത്തോളം അവന്റെ കർമ്മമണ്ഡലം വ്യാപിക്കുന്നു. ആ കർമ്മമണ്ഡലം വ്യാപിക്കുന്നതിനനുസരിച്ച് അവിടെയുള്ള വിഭവങ്ങളെല്ലാം ഇവന്റെ ദൃശ്യപരിധിയിൽ വരുന്നു, ഇവന്റെ കൈകാര്യപരതയിൽ വരും. അതിലേക്ക് എത്രത്തോളം ഇവൻ ചേർന്ന് നിൽക്കുന്നുവോ അതിനനുസരിച്ച് അത്രയും വിഭവങ്ങളുടെ ഉടമസ്ഥതയോ അല്ലെങ്കിലോ അവയുടെ മുകളിലുള്ള സ്വാധീനമോ ഇവനുണ്ടായി വരും. എത്രത്തോളം അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നു അത്രത്തോളം അതിൽ നിന്ന് വിഭവങ്ങൾ കിട്ടും.
ഇപ്പൊ ഒരു മാവ് ഒരിടത്ത് നിൽക്കുന്നു, ഞാൻ എന്റെ പരിധിയുടെ ഉള്ളിലുള്ള ഒരു മാവായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അതങ്ങനെ നിയമപരമായിട്ടോ അല്ലെങ്കിൽ കൈകാര്യപരമായിട്ടോ അങ്ങനെ വരുന്നു. ആ മാവിനെ ഞാൻ എത്രത്തോളം പരിഗണിക്കുന്നു അത്രത്തോളം മാവിലെ മാങ്ങകൾ മുഴുവൻ ആ മാവ് എന്റേതാകണം, അല്ലെങ്കിൽ മാവിനെ വെട്ടിയെടുത്തോണ്ട് വരണം എന്നിട്ട് അത് തിന്നണം എന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അതിലുണ്ടാവുന്ന മാമ്പഴമാണ്. ആ മാമ്പഴങ്ങളെല്ലാം തന്നെ എന്റെ ഉടമസ്ഥതയിലായിരിക്കുമ്പോൾ, എന്റെ സ്വാധീനത്തിലായിരിക്കുമ്പോൾ അതെല്ലാം എനിക്കുള്ളതാണ്. അത് മുഴുവൻ എനിക്ക് തിന്നു തീർക്കാൻ കഴിയുമോ എന്നുള്ളത് വേറെ വശം. പക്ഷെ ഈ വിഭവങ്ങളുടെ എല്ലാം ഉടമസ്ഥത എന്നിലേക്ക് വരികയാണ്. മാവ് എന്നുള്ളൊരു ഉദാഹരണം മാത്രം. ഇതുപോലെ എന്റെ കർമ്മമണ്ഡലം എത്രത്തോളം വ്യാപിച്ചു പോകുന്നുവോ അത്രത്തോളം അവിടെയുള്ള വിഭവങ്ങളുടെ മുകളിലെല്ലാം എനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുകയും ഈ വിഭവങ്ങൾ എനിക്ക് അഭിമുഖമായി യാത്ര ചെയ്യുകയും ചെയ്യും. എനിക്ക് അഭിമുഖമായി യാത്ര ചെയ്യുമ്പോൾ അത് എന്നിലേക്ക് വന്നു ചേരുമ്പോൾ അത് പിന്നെ എന്റെയാണ്. ഞാൻ അതിന്റെ സമ്പന്നതയിലാണ്. അപ്പോ എന്നിലെ സമ്പന്നത അത് ദ്രവ്യമാകാം, ജ്ഞാനമാകാം, സൗഖ്യമാകാം, ആരോഗ്യമാകാം, ബന്ധങ്ങളാകാം, എന്തുമാകാം. എന്റെ ആ പരപ്പ് എത്രത്തോളം ഉണ്ടോ, എന്റെ കർമ്മമണ്ഡലത്തിന്റെ പരപ്പ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഈ വിഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഈ വിഭവങ്ങൾ അത്രത്തോളം കൂടണമെന്നുണ്ടെങ്കിൽ എന്റെ കർമ്മമണ്ഡലം കൂടും. കർമ്മമണ്ഡലം കൂടണം എന്നുണ്ടെങ്കിൽ ഈ കർമ്മമണ്ഡലത്തിലേക്ക് ചെല്ലണം എന്നുള്ള ആ ഒരു ജിജ്ഞാസയുണ്ടല്ലോ. ആ ജിജ്ഞാസയെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ വേണം ഓർക്കാൻ. ഒരു കുഞ്ഞ് കമിഴ്ന്ന് കിടന്നുകൊണ്ട് അതിന്റെ മുന്നിലുള്ള പന്തെടുക്കാനായിട്ട് കൈകൾ നീട്ടി ശ്രമിക്കുന്ന ശ്രമമുണ്ടല്ലോ, ആ ശ്രമമാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അവൻ അതിലേക്ക് പോകുവാനുള്ള, അവൻ അതിലേക്ക് വിപുലപ്പെടാനുള്ള പ്രവണതയാണ്, അവന്റെ ഉള്ളിലുള്ള ത്വരയാണ്, അവന്റെ ഉള്ളിലുള്ള ആർജവമാണ്. ആ ആർജവം കൊണ്ട് അവൻ അതിലേക്ക് പടർന്നു കയറാൻ ശ്രമിക്കുന്ന സമയത്താണ് അവന്റെ മസിൽസ് വളരുക, അവൻ അവിടേക്ക് ചെല്ലാൻ, നീന്തി ചെല്ലാനുള്ള ആ ഒരു ശേഷി ആർജിക്കുക. അങ്ങനെ അതിലേക്ക് എത്തും. അങ്ങനെ അവന്റെ കൈകൾ എത്രത്തോളം നീണ്ട് പരന്നു പോകുന്നുവോ അത്രത്തോളം കാര്യങ്ങളിലേക്ക് അവൻ വിപുലപ്പെടും. അത് കർമ്മമണ്ഡലത്തെ വർദ്ധിപ്പിക്കുമ്പോൾ, അവിടുത്തെ വിഭവങ്ങളുടെ മുകളിലുള്ള സ്വാധീനം ചെലുത്തുമ്പോൾ, ഈ വിഭവങ്ങൾ അഭിമുഖമാകുന്ന സമയത്ത് തന്നിലേക്കുള്ള സമ്പന്നത ഒഴുകിയെത്തും. അയാൾ വിപുലപ്പെടും. പക്ഷെ ഇതിൽ ഒരു കുറവുണ്ടായാൽ, ജിജ്ഞാസയിൽ കുറവുണ്ടായാൽ, പര്യവേഷണത്തിൽ കുറവുണ്ടായാൽ, പഠന പരിശീലനങ്ങളിൽ കുറവുണ്ടായാൽ, ഈ പടർച്ചയിലും വിഭവത്തിലും അതുവഴി ഉണ്ടാവുന്ന ജീവസന്ധാരണത്തിലും നല്ലപോലെ പരിമിതി ഉണ്ടാകും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിപുലപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണരുന്ന പ്രാഥമിക ത്വരയിൽ നിന്നാണ് ഉണ്ടാവുക. എനിക്കത് വേണം, എനിക്ക് അവിടേക്ക് എത്തണം, എനിക്ക് അതിലേക്ക് ആയിത്തീരണം എന്നുള്ള ആ ഉള്ളിൽ നിന്നുള്ള ത്വരയാണ്. ഉള്ളിൽ നിന്നുള്ള ത്വരയാണ് അതിന് കാരണമാകുന്നത്. ആ ത്വര എന്നുള്ളതാണ് പിന്നീട് അതെന്ത് എന്നറിയാനുള്ള ആ അന്വേഷണ യാത്രയ്ക്ക് തുടക്കമിടുന്നത്. അന്വേഷണ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അതെന്തെന്ന് പഠിക്കേണ്ടി വരും. ആ പാഠം ആവശ്യമാണ്. പാഠം കിട്ടിയാൽ മാത്രം പോരാ, അതിനെ ആർജിക്കണമെങ്കിൽ, അതിനെ കൈവശമാക്കാനുള്ള, അതിനെ തന്നിലേക്ക് അഭിമുഖമാക്കി തന്നിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശീലനവും ആവശ്യമാണ്. ഇവയുണ്ടെങ്കിൽ വിഭവ സമാഹരണം നടക്കും, ഈ കർമ്മമണ്ഡലത്തിലേക്കുള്ള പടരൽ നടക്കും. അതില്ലെങ്കിൽ അത് ചുരുങ്ങി നമുക്ക് വിപുലപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അത് പതുക്കെ ചുരുങ്ങി അത് നമുക്ക് പ്രാപ്യമല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജിജ്ഞാസയും പര്യവേഷണവും പഠനവും പരിശീലനവും നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുക. ഏതുവരെ? ജീവന്റെ ധർമ്മം തീരുന്നത് വരെ. ജീവധർമ്മം തീർന്നു കഴിയുമ്പോൾ അത് വേണ്ട, അത് പിന്നെ ഓഫ് ചെയ്തിട്ടാൽ മതി. പതുക്കെ താഴ്ന്നു വന്ന് നമ്മൾ നമ്മുടെ വിഘടനത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയും നമ്മൾ പ്രകൃതിയുമായി ലയിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ ആവശ്യമില്ലല്ലോ. അപ്പൊ അതുവരേക്കും ജിജ്ഞാസയും പര്യവേഷണവും പഠനവും പരിശീലനവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. എങ്കിലാണ് നമുക്ക് പടർച്ച ഉണ്ടാവുക, അപ്പോഴാണ് കർമ്മമണ്ഡലം വിപുലപ്പെടുക, അപ്പോഴാണ് വിഭവങ്ങൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുക. അപ്പോ ജീവിത വിജയത്തിന്, ജീവിതത്തിന്റെ ആർജവത്തിന് നിർബന്ധമായും നമ്മൾ സംരക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ കർമ്മമണ്ഡലം എന്നത്. അതിന് ശ്രദ്ധയോടെ കാണുക, സമീപിക്കുക. ഈ ഒരു ബോധ്യത്തിലേക്ക് സ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.